യൂട്യൂബിൽ കണ്ടിട്ടാട്ടോ ആരി വർക്കെല്ലാം പഠിക്കാനെന്നുള്ള ഉദ്ദേശത്തോടെ കുറച്ച് ആരി വർക്കിൻ്റെ സാധനങ്ങളെല്ലാം മേടിക്കാൻ പോയത്. രണ്ട് രണ്ട് തരം നീഡിൽ കടയിൽ പോയി ചോദിച്ചപ്പോൾ അവർ തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് യൂട്യൂബിൽ നല്ലതുപോലെ കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ്, എന്നുവെച്ചാൽ തുണിയിൽ വെച്ചിട്ടല്ല പ്രാക്ടീസ് ചെയ്തത്, വെറുതെ കൈകൊണ്ട് അങ്ങനെ എടുത്ത് നോക്കി കുത്തെടുക്കുക എന്ത് എളുപ്പമുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയി സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് ഇങ്ങനെ ആദ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കി. അതിന് ശേഷമാണ് ഫ്രെയിമിൽ തുണി വെച്ചിട്ട് ചെയ്ത് നോക്കിയത്. പക്ഷേ ഇതിത്തിരി വലിയ നീഡിലാണ് കേട്ടോ. അതിൽ നോക്കി ഞാൻ കുത്തുക വലിക്കാന്നൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. ചിലപ്പോൾ അത് അവിടെ കിടന്ന് കുടുങ്ങും, ചിലപ്പോൾ ആ തുണിയുടെ നൂല് പൊങ്ങി വരും അതിൻ്റെ കൂടെ. കുറേ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ പിടിച്ച് വലിച്ച് താഴെ നമ്മൾ രണ്ട് വിരലും കൊണ്ട് ഇങ്ങനെ നൂല് വലിച്ച് പിടിക്കുമല്ലോ, വിരലുകളൊക്കെ വേദനിക്കാൻ തുടങ്ങി കുറേ ആയ സമയത്ത്. പിന്നെ വരും. ഇത് ആദ്യത്തെ ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് പഠിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ആദ്യത്തെ ദിവസം ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുള്ളൂ. ഇപ്പോൾ കുറേ ട്രൈ ചെയ്തു, പിന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ആദ്യമൊക്കെ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. വിചാരിച്ച സമയത്ത് വരും, വിചാരിച്ച സമയത്ത് വരില്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ സങ്കടം വരും, കുത്തിയെടുക്കാൻ നോക്കും, കൈ വേദനിക്കും. പക്ഷേ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര എളുപ്പമാണ്. കുത്തുക, എടുക്കുക, അതിൽ ബീഡ്സ് എടുക്കുക, എത്ര പെട്ടെന്നാണ് ചെയ്ത് തീർക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ ഭയങ്കര എളുപ്പമാവുമെന്ന് വിചാരിക്കണം. കൈ കൊണ്ടൊക്കെ പിടിച്ച് വലിച്ച് സൂചിനെ അതിൻ്റെ ഉള്ളിലേക്ക്, തുണീൻ്റെ ഉള്ളിലേക്ക് കുത്തി ഇറക്കിയിട്ട് പിടിച്ച് വലിക്കാൻ നോക്കി, എന്നിട്ട് സൂചി പോകുന്നില്ല. കുത്തി തുണിയിലൊക്കെ ഓട്ട വലുതാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും വിട്ടു കൊടുത്തില്ല. പഠിക്കണമല്ലോ, പഠിക്കാൻ വേണ്ടിയിട്ടാണ് സൂചിയും നൂലും ഒക്കെ മേടിച്ചതെന്ന് പറഞ്ഞ് സിൽക്ക് ആൻഡ് ത്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് സൂചി എന്ന് പറയുന്നത് 1.3 mm ഇത് ഫുൾ സ്റ്റീലിൻ്റെ സൂചി, പിന്നെ ഒരു മരത്തിൻ്റെ പിടിയുള്ള സൂചി, അത് രണ്ടും കൂടിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീഡ്സും സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് അത് മേടിച്ചില്ല. അങ്ങനെ കുറേ ചെയ്ത് നോക്കി, കിട്ടുന്നില്ല. പിന്നെ ലാസ്റ്റ് അതിനെ ഫുൾ അഴിച്ച് വെച്ച്. ഓക്കെ, അത് സൂചിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ആ സൂചിനെ മാറ്റി വെച്ച് പിന്നെ അടുത്ത സൂചിയിൽ ട്രൈ ചെയ്യാൻ വേണ്ടി അടുത്ത സൂചി, അത് ആ മരത്തിൻ്റെ പിടിയുള്ള സൂചി, അടുത്ത സൂചി എടുത്തു. അതിലും ഇങ്ങനെ തന്നെ എടുത്ത്. പക്ഷേ ആ മരത്തിൻ്റെ പിടിയുള്ള സൂചി വേറെ സൂചിനെക്കാട്ടിലും ഇത്തിരി പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ കിട്ടിയത് എന്തായിരുന്നറിയോ, നൂലായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സൂചിൻ്റെ അറ്റത്തായിട്ട് ഒരു കൊക്കി പോലൊരു സാധനമുണ്ട്, അതിട്ട് വലിക്കുന്നത് നൂലിൻ്റെ പകുതി പോർഷൻ ഉണ്ടായിരുന്നു. പിന്നെ നൂല് നല്ലതുപോലെ രണ്ട് കെട്ടി വെക്കണം. ആദ്യത്തെ ഒന്ന് കെട്ടി വെച്ചു എന്ന് പറഞ്ഞാൽ അത് വലിച്ചാൽ ഉള്ളിൽ കൂടെ വരില്ല. അതല്ലാന്ന് പറഞ്ഞു വെച്ചാൽ സൂചി നൂലിൻ്റെ ആ തുണീൻ്റെ കൂടെ തന്നെ പുറത്തേക്ക് വരും, ചെറിയ കെട്ടാണെന്ന് പറഞ്ഞു വെച്ചാൽ. പിന്നെ അതിട്ട് വലിച്ച് എനിക്ക് വലിയ സൂചിനെക്കാട്ടിലും എളുപ്പമായി തോന്നിയത് ഈ ചെറിയ സൂചിയിലാണ്. അതിലാണ് ഇത്തിരിയെങ്കിലും കിട്ടുന്നത്. പക്ഷെ സൂചി പൊട്ടുകയോ ഇല്ലയോ എന്നുള്ളത്, നമ്മൾ ബലം പിടിച്ച് വലിക്കുന്ന സമയത്ത് പൊട്ടുകയോ ഇല്ലയോ, വളയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്ത് നോക്കുക തന്നെ. നമ്മുടെയാണല്ലോ ആവശ്യം, പഠിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്ത് നോക്കുന്നത്. കഷ്ടപ്പെട്ടാണെന്ന് പറഞ്ഞു വെച്ചാലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിചാരിക്കുന്ന സ്ഥലത്തൊന്നും ഇത് കുത്താൻ പറ്റുന്നില്ല. കറക്റ്റ് ഒരേ അളവിൽ തന്നെ ഈ ചെയിൻ സ്റ്റിച്ച് എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്താൽ കിട്ടും എന്ന് പറഞ്ഞിട്ടാണല്ലോ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ച് ആയിട്ട് കുത്തിയും പൊക്കി നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ ഇതേപോലെ നൂലിൻ്റെ ഏതെങ്കിലും ഒരു വശത്തായിരിക്കും കുടുങ്ങുന്നുണ്ടാവും. അപ്പോൾ നൂല് പകുതിയായിട്ട് ഇങ്ങനെ വരും, അതും പ്രോപ്പറായിട്ട് വന്നില്ല, നൂല് കുടുങ്ങി, നൂല് ചീത്തയായി. അങ്ങനെ അത് വലിച്ചെടുത്ത്, ശരി സൂചി എനിക്ക് ചേരാത്തതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനവിടെ മാറ്റി വെച്ചു. ഇനി ബീഡ്സിൽ വർക്ക് ചെയ്താലോ എന്ന് വെച്ച് കുറച്ച് ബീഡ്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. കട്ട് ബീഡ്സ് ആണേ, കട്ട് ബീഡ്സ് എടുത്തു. ആ വീഡിയോയിൽ കണ്ടതുപോലെ സൂചിയിൽ എല്ലാതും സൂചി നിറയുന്ന അത്ര ഇട്ടൊക്കെ കോർത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും നിറയെ കോർക്കണ്ട എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഓർത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒന്ന് പിടിച്ച് വലിക്കുമ്പോഴേക്കും സൂചിയിൽ നിന്ന് എല്ലാ മുത്തുകളും തെറിച്ച് പോകും. പിന്നെ വീണ്ടും നമ്മൾ കോർത്തിടണം. അതേപോലെ തന്നെ ചീറ്റിത്തിറക്കിയിട്ടുണ്ടോ, തെറിച്ച് പോയി.
എന്നാലും വിടില്ല, പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കും കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാനും പ്രാക്ടീസ് ചെയ്ത് കിട്ടും, ചെയ്താൽ ഒരു ദിവസം കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ